ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷം ക്ലാസിക് റീജൻസിൽ നിന്ന് ഫുഡ് അടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ് ഗൈസ്. തിരക്കോട് തിരക്ക്. വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് കാലുകുത്താൻ സ്ഥലമില്ല. എന്നാ പിന്നെ കട്ട്ലേറ്റ് കഴിക്കാൻ ഓർത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇത് വെറും കട്ട്ലേറ്റ് അല്ല കേട്ടോ, ഇത് ലൈവായിട്ട് ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ടൈം എടുത്തിരുന്നു. പക്ഷെ സാരമില്ല, അപ്പുറത്ത് തന്നെ ഒരു ക്യാരം ബോർഡ് ഉണ്ടായിരുന്നുണ്ടോ. പിന്നെ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി. ക്യാരംസ് കളിക്കാനൊന്നും എനിക്ക് അത്ര പിടിയില്ല ഗൈസ്, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്തു. ആ ട്രൈ കണ്ട് കോയിൻ വീഴും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഒത്തില്ല ഗൈസ്. കുറച്ച് നേരമായിട്ട് ഉന്നം വെച്ചിരിക്കുന്ന കോയിൻ അവസാനം ദാ പോക്കറ്റ് വീണിട്ടുണ്ട്. കാത്തിരിപ്പിന് ശേഷം കട്ട്ലറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് കാശുകുട്ടൻ സൂപ്പർ എന്ന സർട്ടിഫിക്കറ്റും തന്നു കഴിഞ്ഞു. അവിടെ നേരെ ബീച്ചിലേക്ക്. ന്യൂ ഇയർ എന്ന് വെച്ചാൽ ബീച്ചാണ്, ബീച്ച് എന്ന് വെച്ചാൽ ആലപ്പുഴ ബീച്ചാണ്. വലിയ കാര്യത്തിൽ ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്നോർത്ത് കാവടി തുള്ളി പോയതാണ്. ചിലയിടങ്ങളിലൊന്നും ഗൂഗിൾ പേ ഇല്ലായിരുന്നു. പിന്നെ കൽവിലെ തേൻ ഒഴുകുന്ന കോഴിക്കോട് നിന്നൊരു ചേട്ടൻ വരേണ്ടി വന്നു ഞങ്ങൾക്ക് GPay ചെയ്തിട്ട് ക്യാഷ് തരാൻ. വന്ന പാടെ കാശുകുട്ടൻ പരിപാടി തുടങ്ങി. തുഴയോട് തുഴച്ചിലായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ നിന്നപ്പോഴാണ് കടൽ കാണാൻ വന്നതാ ഈ ഒരു അതിഥീനെ നമ്മൾ കണ്ടത്. പേരൊന്നും അറിയത്തില്ല, പക്ഷെ എല്ലാരും അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഹായ് ബായ് ഒക്കെ പറഞ്ഞു കേട്ടോ. കാശിക്കുട്ടന്റെ അടുത്ത ലക്ഷ്യം ട്രെയിൻ ആയിരുന്നു കേട്ടോ. മട്ടും ഭാവം കണ്ടാൽ തോന്നുന്നു അവനാണ് ലോക്കോ പൈലറ്റ് എന്ന്. അങ്ങനെ ഈ കയറിയതിൽ തന്നെ വീണ്ടും 2-3 വട്ടമൊക്കെ കുഞ്ഞു കയറി. അച്ഛൻ ബൈക്ക് ഓടിക്കുന്ന പോലെ എനിക്കും ബൈക്ക് ഓടിക്കണമെന്ന് പറഞ്ഞ് നേരെ ബൈക്കിലും കയറി. ചുക്കിനെ തേച്ചുകൊണ്ട് ഞാനും ചോട്ടാഭീമും തമ്മിൽ അത്ര വലിയ ടേംസിലൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഡ്രാഗൺ ചീറിപ്പാഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്ന് കയറി കറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു പേടിയല്ല, ഒരു ഭയം. ഇങ്ങനെ പേടിക്കാതട എന്നൊക്കെ സുരാജേട്ടൻ പറയുമെങ്കിലും ഏത്. പിന്നെ ഇതെല്ലാം വാങ്ങി കഴിച്ചിട്ട് തിരികെ വീട്ടിലേക്ക്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.